വൺ പീസിൻ്റെ എഹഡ് ആർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വാനോ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് പോയത് ഈ ഒരു ആർക്കിലേക്കായിരുന്നു. അറൗണ്ട് ഒരു 10-70 എപ്പിസോഡുകളൊന്നും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ആർക്ക്. പക്ഷേ കമ്പയർഡ് ടു വാനോ എനിക്കിതിലെ ആക്ഷൻ സീക്വൻസുകൾ കുറച്ച് കുറവുള്ളത് പോലെ ഫീൽ ചെയ്തു. പക്ഷേ ലോവർ എക്സ്പാൻഷൻ, ആ ഒരു വൺ പീസിൻ്റെ ആ ഒരു വേൾഡിൻ്റെ എക്സ്പാൻഷൻ, ഓടെ എഴുതിയിട്ടുള്ള ഇതുവരെ എഴുതി വെച്ചിട്ടുള്ള സീക്രട്സും കുറേ സാധനങ്ങളൊക്കെ റിവീൽ ചെയ്തത് ഈ ഒരു ആർക്കിലാണ്. സോ കുറേ സാധനങ്ങളുണ്ട്, സ്പോയിലർ ആവുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു ആർക്കിലുണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പക്ഷേ ഞാൻ പറയുന്നതിനിടയിൽ അറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പോയിലർ വന്നാൽ വരും. അതുകൊണ്ട് വൺ പീസ് ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടു തുടങ്ങുക. ഈ എഹഡ് ആർക്ക് എന്നൊക്കെ പറയുന്ന അറൗണ്ട് ഒരു ആനിമയിൽ ഒരു 1100 സംതിങ് എപ്പിസോഡുകളാണ്. ഇപ്പോൾ അവസാനത്തെ എത്തി നിന്നത് 1155 എപ്പിസോഡാണ്. സോ അത്രയൊക്കെ എത്തിയാൽ മാത്രമാണ് ഈ ഒരു ലോർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എത്തുള്ളൂ. സോ അതുകൊണ്ട് ആദ്യം തൊട്ടേ കണ്ടു തുടങ്ങുക. ഒരു സാധനം സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോവുക. കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ വെറുതെ ലേസി ആയിട്ട് കണ്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്ന പല ക്യാരക്ടേഴ്സും പല സാധനങ്ങളൊക്കെ തന്നെ ഓരോന്നും അടുക്കി പറക്കി എൻറ്റയർ വൺ പീസിൻ്റെ ഇതുവരെ ഒന്ന് തൊട്ട് ഫസ്റ്റ് സീസൺ തൊട്ടുള്ള എല്ലാ ഐലൻഡുകളും എല്ലാ സാധനങ്ങളും ഇത് ഈ ഒരു ആർക്കിൽ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. ഒന്നും തന്നെ വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരെയും കാണിച്ചു തരുന്നുണ്ട്, എല്ലാവർക്കും എന്താ പറ്റുന്നുള്ളൂ. ഈ ടോട്ടൽ വേൾഡിൻ്റെ ആ ഒരു ഒരു മാറ്റി മറക്കൽ നടക്കുന്ന കുറേ മിസ്റ്ററീസ് റിവീൽ ചെയ്യുന്ന കുറേ സാധനങ്ങൾ. വേഗാപ്പങ് എന്നൊരു വലിയൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി പോകുന്നത്. ആൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എഹഡ് എന്ന് പറഞ്ഞ ഐലൻഡും ആ ഐലൻഡിൽ ചുറ്റിപ്പറ്റിയുള്ള കുറേ മിസ്റ്ററീസും ഈ ഒരു ക്യാരക്ടറിന് അറിയാവുന്ന ആ ഒരു ലോറും അതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ മികച്ച ആർക്കുകളിൽ ഒന്നാണ്. പക്ഷേ എനിക്കൊരു ഒരു ഒരു ഫോൾട്ടൊന്നല്ല, ഇതിലങ്ങനെയാണ്. കഥ പറയാൻ കൂടുതലുള്ളത് കൊണ്ട് ആക്ഷൻ സീക്വൻസുകൾക്ക് ഉള്ള പ്രാധാന്യം അതിൻ്റേതായ രീതിയിലുണ്ടെങ്കിലും കുറവാണ് എന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വാനോ ഒക്കെ ചറ പറ ആക്ഷനായിരുന്നു. നമ്മുടെ മറ്റേ ആർക്കുണ്ടല്ലോ, ആ ഒരു വാട്ടർ 7 അല്ല, നമ്മുടെ ആ ഒരു കിഡിലിന് ആർക്ക്, ഒരു ഇൻഫിനിറ്റി വാർ പോലെയുള്ള ഒരു ആർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്രയധികം ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ കണ്ട് ഞാൻ വാനോയിലായിരുന്നു. കാരണം സ്റ്റേജ് ബൈ സ്റ്റേജ് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും അതേപോലെ തന്നെ ഉണ്ട്. അതിൽ പക്ഷേ ആ ഒരു കാസിലും അതിൽ ചുറ്റിപ്പറ്റിയിട്ട് പുറത്ത് ലൂഫിയും മറ്റേ മാടും കൂടി മരണടി, അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് സോറോയ്ക്ക് വേറെ ആൾക്കാരുണ്ട്, സാഞ്ചിക്ക് വേറെ ആൾക്കാരുണ്ട്. ഇതിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ്. എല്ലാവർക്കും ചറ പറ അവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നേരം അടിച്ച് നിന്നത്, ഒരാളെ മാത്രം ഫൈറ്റ് ചെയ്ത് നിന്നത് ഇതിൽ സോറോ മാത്രമാണ്. എത്ര നേരം എന്നറിയാമോ ചങ്ങായി, ഈ തുടങ്ങിയ അടിയാണ് അവസാനം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രാഗ് ചെയ്തു നമ്മളെ ഇടയിൽ അവർ അടി ഉണ്ടാക്കുന്നതടക്കം മറന്നുപോയി. ഇതിലെ ക്യാരക്ടേഴ്സ് അതിൽ മോക്ക് ചെയ്യുന്നുണ്ട്. എത്ര നേരം നിർത്തിയിട്ട് വാടാന്ന് പറയുന്ന പോലെ നമുക്ക് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇടയിൽ ആക്ഷൻ സീക്വൻസുകൾ കുറച്ച് ഡ്രാഗ് ആവുന്ന പോലെയും കുറച്ച് ലാഗ് ആവുന്ന പോലെയും ഫീൽ ചെയ്തത് മാത്രമാണ് ഈ ആർക്കിലൊരു പ്രശ്നം എന്നല്ല, അതങ്ങനെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ചില നേരത്ത് ഇത് ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആക്ഷൻ വേണ്ട, നമുക്ക് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഥ മുഴുവനായിട്ട് കേൾക്കണം എന്നുള്ളൊരു മൈൻഡിൻ്റെ ഇടയിൽ കൂടെ ആക്ഷൻ കൊണ്ടുവരും. അങ്ങനെ മിക്സ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് സാച്ചുറേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളൊരു ആർക്കാണ് ഇത്. ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ കുറേ നമ്മൾ ഗംഭീരമായിട്ടുള്ള കുറേ സാധനങ്ങൾ, അല്ലെങ്കിൽ ഓവർ പവേർഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈവൻ 5 എൽഡേഴ്സ് അടക്കം അവർ വന്ന് ചെയ്തു കൂട്ടുന്ന കുറേ സാധനങ്ങൾ. അവരൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ച് തീർന്നു നിന്ന്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ, അല്ലെങ്കിൽ അതിനെ ടാലി ആക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുന്നുണ്ട്. ആ ബോണിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമൊക്കെ പൊളിയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോയിലർ ഇടയ്ക്ക് വരും, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നില്ല. സ്പോയിലർ ഉണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണാം. ലൂഫിയും ബോണിയും കൂടിയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് പൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കോംബോ സെറ്റ്. എൻ്റെ അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ കൂമയും ബോണിയും തമ്മിലുള്ള ആ ഒരു ബാക്ക് സ്റ്റോറി അതിങ്ങനെ കാണിച്ച് കഴിഞ്ഞ ആർക്കിൽ വാനോയിൽ എനിക്കിതേപോലെ നമ്മുടെ ആ ഒരു ചങ്ങായിയുടെ ഉണ്ട്, പേര് ഞാൻ മറന്ന്, ആ മൂപ്പറുടെ ആ ഒരു ബാക്ക് സ്റ്റോറി ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഈ ബാക്ക് സ്റ്റോറി എഴുതുന്നതിൽ സോ ഗുഡ് മാൻ. ഈ ചങ്ങായി എങ്ങനെയെന്നറിയില്ല, ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ എടുത്തിട്ട്, ഒരു വഴി കൂടെ പോകുന്നൊരു ക്യാരക്ടറിനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ബാക്ക് സ്റ്റോറി മൂപ്പർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മൂപ്പർക്ക് എഴുതാൻ പറ്റും. ആ രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് സ്റ്റോറി എഴുതുന്നതിൽ പീക്ക്. കറണ്ട് സാധനങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ ബാക്ക് സ്റ്റോറി നമ്മൾ അത് അറിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാരക്ടറിനെ എന്ന് അറിയും. ആ പരിപാടി സെറ്റാണ്. ഈ കൂമയുടെ ബാക്ക് സ്റ്റോറി അതേപോലെ തന്നെ കൂമയും ബോണിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും അവർ തമ്മിലുള്ള കൂമയുടെ സ്റ്റോറി തന്നെ, എവിടെ നിന്ന് വന്നു, ആ ഒരു സ്ലേവായിട്ട് വന്നു, അവിടുന്ന് കഴിഞ്ഞിട്ട് ഇത് കുറേ അനുഭവിച്ച കാര്യങ്ങൾ, മൂപ്പര് എന്നിട്ട് തളർന്നിരുന്നിട്ട് കണ്ണിൽ കൂടെ കാണുന്ന ആ ഒരു ബോണിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ട് കാണുന്ന സമയത്ത് സോ ഗുഡ്.
റൈറ്റിംഗ് ഈസ് സോ പീക്ക്. ഇപ്പോൾ ഇതിൻ്റെ അവർ അവസാനത്തെ സ്റ്റേജിലേക്കാണ് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അവർ ലാസ്റ്റ് ആർക്കാണ്, അവസാനത്തേക്ക് എത്തുകയാണ്. വളരെ നല്ലൊരു റണ്ണിങ്ങിലും വളരെ നല്ലൊരു പേസിങ്ങിലാണ് ഇപ്പോൾ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വലിയൊരു ഹിയാറ്റസ് ആണ്, വലിയൊരു ബ്രേക്കാണ്. നമ്മുടെ ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് വോളിയം ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയി. സീസൺ 1 ഇത്രയും വർഷം എടുത്തത്. ഇനി നമുക്ക് വീക്കിലി നമുക്ക് ഈ സാധനം കിട്ടില്ല. ഇനിയിപ്പോൾ വലിയ ബ്രേക്ക് എടുത്ത് അറൗണ്ട് ഏപ്രിലൊക്കെയാണ് നമുക്ക് അടുത്ത സീസൺ പുറത്തിറങ്ങുക. അത് തൊട്ട് നമുക്ക് വർഷം ഐ തിങ്ക് ഒരു 26 എപ്പിസോഡോ അങ്ങനെ എന്തോ സീസൺ വൈസ് ആയിരിക്കും അവർ ഇറക്കുക. ഇപ്പോൾ ഈ എൽബാഫ് ആർക്കിലെ 26 എപ്പിസോഡുകൾ മാത്രമായിരിക്കും നമുക്കൊരു വർഷം ഇറങ്ങുക. അത് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ആഴ്ചയിലുള്ള അവർ വൺ പീസ് കാണൽ കഴിഞ്ഞു, ആ പരിപാടി തീർന്നു. അതൊരു ഒരു 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 ജേണി ആയിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വൺ പീസ് കാണൽ എന്നുള്ളത്. ഇപ്പോൾ അത് തുടക്കം മുതലേ കാണുന്നവരുണ്ടാവും, പണ്ട് മുതലേ. ഞാനൊക്കെ ഒരു അറൗണ്ട് എനിക്ക് ഓർമ്മയില്ല, ഒരു 1, 2, 3 വർഷമായിട്ട് മാക്സിമം 2-3 വർഷമായിട്ടാണ് കണ്ടു തുടങ്ങിയത്. ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അറിയാം, ആ ടൈം മുതലാണ് ഞാനത് കാണാൻ തുടങ്ങിയത്. വാനോയുടെ അവസാനമൊക്കെയാണ് ഞാനത് ക്യാച്ചപ്പ് ചെയ്ത്. വാനോയുടെ അവസാനമല്ല, വാനോയുടെ മുമ്പാണ് ക്യാച്ചപ്പ് ചെയ്ത്. അപ്പോൾ അവിടെ മുതൽ ഈ സാധനം കാണുമ്പോൾ നമ്മൾ വീക്കിലി നമുക്ക് കൂടെ ഒരു സാധനം ഉണ്ട്. നമ്മളിപ്പോൾ പല സീരീസുകൾ വന്ന് പോകുന്നുണ്ട്, പല സാധനങ്ങളും പല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ എല്ലാ ആഴ്ചയും ഇങ്ങനൊരു സാധനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കത് ഇറങ്ങും, അതിൻ്റെ കഥ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ വേറെ കുറേ ഒരു 10,000 സിനിമകൾ ചിലപ്പോൾ നമ്മൾ ഒരു വർഷം കാണുന്നുണ്ടെങ്കിലും ഈ സാധനം ഒറ്റ കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ഗംഭീര ഫീല് തന്നെയായിരുന്നു. ഇനി ആ സാധനം നമുക്ക് ഇനി കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്. ആൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ക്രിയേറ്റേഴ്സും ഇത് എടുക്കുന്നവർക്കും ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് മരിച്ച് പണിയെടുത്തിട്ടായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. സോ അവർക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട്. സോ നല്ലൊരു ഔട്ട്പുട്ടിന് വേണ്ടി തന്നെ ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നേരെ പോകുന്നത് എൽബാഫിലേക്കാണ്, എൽബാഫ് ആർക്കിലേക്കാണ്. ആൻഡ് ഈ ആർക്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ ഓവർ പവേർഡ് ആയിട്ടും, അല്ലെങ്കിൽ ഈ 5 എൽഡേഴ്സ്, അതായത് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അധികം പവറുള്ള ആൾക്കാർ വന്നിട്ട് പോലും ഇവരൊന്നും തൊടാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ തുടക്കത്തിലേ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. പഴയ പോലെയല്ല, പണ്ട് തുടങ്ങിയ പോലെയല്ല. ഇവരൊക്കെ പവേർഡായി. നമ്മുടെ ഈ കണ്ടുവരുന്ന നമ്മുടെ ഈ ലൂഫിയും ഗ്യാങ്ങും സ്ട്രോ ഹാറ്റ്സും മുഴുവൻ ഓവർ പവേർഡ് ആയിട്ടുണ്ട്. അവരും എബിലിറ്റീസൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 5 എൽഡേഴ്സിൻ്റെ കൂടെ ഒക്കെ അടിച്ചു നിൽക്കാൻ നമുക്കും പറ്റും. പക്ഷേ സാഞ്ചിയൊക്കെ പോയിട്ട് ചാടി ചവിട്ടുക എന്നുള്ള പറയുന്ന സാധനമൊക്കെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കൺവിൻസിങ് ആണ്, യെറ്റ് നോട്ട് കൺവിൻസിങ് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഇത്രയും ഇവരെ അടിക്കാൻ പറ്റുമെങ്കിൽ ഇനി ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളൊരു സാധനമാണ്. സോ ഇതിനപ്പുറത്തേക്ക് വേറെ വില്ലന്മാരെന്ന് എനിക്ക് ഐ തിങ്ക് ഇല്ല. സോ അതും ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വരും. പക്ഷേ ഇനി അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത ആർക്കിലൊക്കെ ഇവർ അത് എന്തെങ്കിലുമൊക്കെ പരിഹരിച്ച് പോകുന്നുണ്ടാവും. ഇതിലും പവേർഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരാനുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, ഇവരാണ് സുപ്രീം ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് 5 എൽഡേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവരുടെ അപ്പുറത്തേക്കുള്ള ആൾക്കാർ ഐ തിങ്ക് എനിക്കില്ല. എനിക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനപ്പുറത്ത് വലിയ ഐ തിങ്ക് ഉണ്ട്. ഈ ചങ്ങായിയുടെ എഴുത്തുണ്ടല്ലോ മാൻ, കിടിലൻ ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതിലും അപ്പുറത്തേക്ക് പവേർഡായിട്ടുള്ള കുറേ വില്ലൻ ക്യാരക്ടേഴ്സും ഇവരെ റൂൾ ചെയ്യുന്ന കുറേ സാധനങ്ങളും ഈ ഒരു സീക്രട്സൊക്കെ സൊസൈറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ വേൾഡിന് മുമ്പിൽ റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി വേറെ ഉണ്ട്. സോ ഗംഭീരമായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ വീണ്ടും പറയാം, വൺ പീസ് കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റോറീസിലാണ് നമ്മൾ മിസ്സാവുന്നത്. കാണാതിരിക്കരുത്, തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഇതിൻ്റെ ലോർ എക്സ്പാൻഷൻ, ഈ സ്റ്റോറി എക്സ്പാൻഷൻ, ഇത് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഒരു സാധനം കണ്ടിട്ട് ഇനിയിപ്പോൾ ആ നേരത്തെ തോന്നിയിട്ടുണ്ടാവില്ല ഒരു ശരിയായിരിക്കും. കാരണം ഒരു സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ അതിനെ ഡോട്ട് കണക്ട് ചെയ്ത് മൂപ്പര് പ്രോപ്പറായിട്ടൊരു സാധനം കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് ഒരു ലൂപ്പോളും ഇല്ലാതെ ഒരു മിസ്സിങ്ങും ഇല്ലാതെ അടിപൊളിയായിട്ട് കൊണ്ട് എത്തിക്കാനും പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോറി വൈസ് ആൻഡ് ഇതിലെ ലോർ എക്സ്പാൻഷൻ വൈസ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആർക്കാണ് ഈ പറയുന്ന എക്കഡ് ആർക്ക്. പക്ഷേ ആക്ഷൻ സീക്വൻസുകൾ വെച്ച് കമ്പയർ ടു മറ്റേ ആർക്കുകൾ വെച്ച് എനിക്ക് കുറച്ച് ഡൗൺ ഗ്രേഡ് ആയിട്ട് തോന്നി. ആക്ഷനുകൾ കുറവായിരുന്നു. ആൻഡ് ചില സമയത്തൊക്കെ ആനിമേഷൻസും ചില എപ്പിസോഡിലൊക്കെ ഒന്നും നടക്കാത്ത പോലെയും ചില നേരത്തെ ഫീൽ ചെയ്തിരുന്നു. ഇനീഷ്യലി ഇപ്പോൾ ഇവർ ഈ ഹെഡിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ ആ ഒരു ആർക്ക് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഐലൻഡ് എന്താണെന്ന് കാണിക്കാനും, ഇപ്പോൾ സെറാഫിംസൊക്കെ വരുന്ന സമയത്ത് ഈ ആക്ഷൻ സീക്വൻസുകൾ തുടങ്ങുന്ന ഒരു ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞ് ഒരു കൂമയുടെയും പോണിയുടെയും ആ ഒരു ബാക്ക് സ്റ്റോറിക്ക് തൊട്ട് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഡ്രാഗിങ് പോലെ ഫീൽ ചെയ്തിരുന്നു.
പക്ഷേ അവർ ബാക്ക് സ്റ്റോറി എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി കംപ്ലീറ്റ് ഫുൾഫില്ലായി. അത് കഴിഞ്ഞ് ഒരു ചറപറ ആക്ഷനും ചറപറ അടിയും. സോ അങ്ങനെ ദെൻ ഈ സീക്രട്സ് കുറേ റിവീലിങ്ങും എല്ലാം കൂടി അടങ്ങുന്ന ഒരു മിക്സ്ഡ് ബാഗാണ്. സോ വൺ പീസ് ഇതുവരെ കണ്ടുവന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കുകളിൽ ഒന്നാണ് ഈ പറയുന്ന എക്കഡ് ആർക്ക്. ഒരുപാട് സീക്രട്ട് റിവീലിംഗ് അതിൻ്റെ ഒരുപാട് ആ ഒരു വേൾഡിലേക്ക് കഴിഞ്ഞാൽ അടുത്തത് എന്ത് നമ്മളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളത്. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഇനി ഇവർ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെ ഇവർക്ക് ചെയ്തു കൂട്ടാം, അല്ലെങ്കിൽ ടോട്ടലി വേൾഡ് ഇനി എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുക എന്നുള്ളതൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആർക്കുകളിലേക്ക് അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് അടുത്ത് കഥ വരണമെന്ന് പറയുന്ന ഒരു ആൻറ്റിസിപ്പേഷൻ കൂട്ടാൻ പറ്റുന്ന ഒരു ഗംഭീര ആർക്കുകളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന എക്കഡ് ആർക്ക്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് ടൈം വാച്ചിങ് ആനിമി, വാച്ചിങ് വൺ പീസ് വീക്ക്ലി. ഇനി അതില്ല. സോ അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും ഈ പറയുന്ന എക്കഡ് ആർക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും ഇനി വരാനിരിക്കുന്ന എൽബാഫ് ആർക്ക് ഈ മാംഗ വായിച്ചിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ഇല്ലാതെ ആർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.